ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുട്ടയും ഓറിയോ ബിസ്ക്കറ്റും കൊണ്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൻ കേക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതിലോട്ട് നമ്മൾ വേറെ മാവൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ഓറിയോ ബിസ്ക്കറ്റ് മാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നോക്കാം റെസിപ്പി എങ്ങനെയാണെന്ന്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 12 ഓറിയോ ക്രീം ബിസ്ക്കറ്റാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഓറിയോ ബിസ്ക്കറ്റ് 2 കളറിൽ കിട്ടും, കറുപ്പും വെള്ളയൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ ഏതെടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഓറിയോ ബിസ്ക്കറ്റ് തന്നെ നല്ല കട്ടി കുറഞ്ഞത് കിട്ടും. അതല്ല ഞാൻ എടുത്തിരിക്കുന്നത്, കുറച്ച് കട്ടിയുള്ള ഓറിയോ ബിസ്ക്കറ്റ് ഇല്ലേ സാധാരണ, അതാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ക്രീമും ബിസ്ക്കറ്റും മാറ്റിയെടുക്കണം. ഇതുപോലെ ഇളക്കിയതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് ക്രീം എടുക്കുക, എന്നിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് കൊടുക്കുക. ഇങ്ങനെ എല്ലാത്തിൻ്റെയും ചെയ്തെടുക്കുക. ക്രീമും ബിസ്ക്കറ്റും മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ഒരു ഫോർക്കോ സ്പൂണോ കൊണ്ട് മിക്സ് ചെയ്യുക. ഞാനിപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ഒഴിച്ചിരിക്കുന്നത്, ചൂട് പാലൊന്നും ഒഴിക്കണ്ട. ഒന്ന് മിക്സായി കിട്ടുമ്പോഴേക്ക് നമുക്കിതുപോലെ ഹാൻഡ് വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ആയി വരും. പിരിഞ്ഞ പോലെയൊക്കെ തോന്നും, അത് കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. ഇതിലോട്ട് ഇനി നമ്മൾ ബട്ടറും പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ 3 ടേബിൾ സ്പൂൺ ബട്ടറും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഒന്നിച്ച് ചേർക്കണ്ട, കുറച്ചായിട്ട് ചേർത്താൽ മതി. ബട്ടർ റൂം ടെമ്പറേച്ചറിലും ആയിരിക്കണം, പഞ്ചസാര പൊടിച്ചും ചേർക്കണം. പഞ്ചസാര പൊടിക്കാതെ ചേർക്കരുത്, എന്നാൽ അലിഞ്ഞ് കിട്ടില്ല. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ ബട്ടറും ആണ് ചേർത്തത്. അപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർക്കുക. അപ്പോൾ ഇതേപോലെ ഒരു തിക്ക് ക്രീമായി വരും. അപ്പോൾ നമ്മൾ 3 ടേബിൾ സ്പൂൺ ബട്ടറും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തത്. അപ്പോൾ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പാൻ കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലോട്ട് 80 ml പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 240 ml കപ്പാണെങ്കിൽ അതിൽ 1/3 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നില്ലേ ബിസ്ക്കറ്റ്, അത് ചേർത്ത് കൊടുക്കുക. ബിസ്ക്കറ്റ് മാത്രം 24 എണ്ണം വരും. ഇനി ഇതിലോട്ട് ഒരു മീഡിയം സൈസ് മുട്ട കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒട്ടും തരി കാണാനേ പാടില്ല. അപ്പം നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കുക. ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കുക. അപ്പം നമ്മുടെ ബാറ്ററും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ കേക്ക് തയ്യാറാക്കി എടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു ദോശപ്പാൻ ചൂടാക്കി എടുക്കുക. തീ മീഡിയത്തിലാണ് ഇട്ടിരിക്കുന്നത്. പാൻ ചൂടായി കഴിയുമ്പോൾ കുറച്ചൊന്ന് വെള്ളം തെളിച്ചതിന് ശേഷം തുടച്ചെടുക്കുക. അപ്പോൾ അധികമായിട്ടുള്ള ചൂടൊക്കെ മാറിക്കിട്ടും. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ചെറിയ പാൻ കേക്കായിട്ട് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ചെറിയ തവി മാവാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. അധികം കട്ടി കുറച്ച് പരത്തരുത്. നമ്മുടെ ദോശ പോലെ തന്നെയാണ്, നമ്മൾ ദോശ ചുടുന്ന പോലെ തന്നെയാണ്. താഴെ ഒന്ന് ശരിയായി കഴിയുമ്പോഴേക്ക് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇനി മറിച്ചിട്ട ഭാഗവും വെന്ത് വരണം. മറിച്ചിട്ടതിന് ശേഷം ഏകദേശം 1 മിനിറ്റൊക്കെ എടുക്കുള്ളൂ. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്, നമുക്ക് എടുത്തു മാറ്റാം. ഇതുപോലെ തന്നെ അടുത്തതും ചുട്ടെടുക്കുക. അപ്പോൾ കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാൻ കേക്കാണിത്. വേറെ നമ്മൾ മാവൊന്നും ചേർത്തിട്ടില്ല, ഓറിയോ ബിസ്ക്കറ്റ് മാത്രമാണ്. അപ്പം ഞാൻ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. കുറച്ച് ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ക്രീം വെച്ച് കൊടുക്കാം. ഓരോ പാൻ കേക്കിലും ഇതുപോലെ ക്രീം തേച്ച് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലോട്ട് വേറൊരു പാൻ കേക്ക് വെച്ച് കൊടുക്കുക. ഇനി നമുക്കിത് 2ആയിട്ട് മുറിച്ചെടുക്കാം. അപ്പം ഇതുപോലെ ആയിക്കിട്ടും. അപ്പം നമ്മുടെ ഓറിയോ കൊണ്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. പിന്നെ ഈ ക്രീം നല്ല ടേസ്റ്റാണ്. നമുക്ക് വേണമെങ്കിൽ ബണ്ണിനകത്തൊക്കെ വെച്ചിട്ട് ബട്ടർ ബണ്ണ് പോലെയും കഴിക്കാം. ഇത് സ്നാക്സ് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.